എന്നെ വേണ കേട്ടിട്ട് അങ്ങനെ മാത്രം കേൾക്കൂല, മനസ്സിലാവൂല. എന്നെ വേണ ഓന വേണ കോനെ ഇഷ്ടാണോ? കേട്ടാ. ഇതാരി പൊന്നോ, ഇത് നോക്കി. ഏതിച്ച ഇതേതിച്ച മോനോ? ഇത് നോക്ക്. ഇതാരി ചപ്പൂന്റെ ഇച്ചകാ ഏടിണ്ടായിനി? ഏടെ മോളില്? കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് സഫാനയുടെ ഒളിച്ചോട്ടം. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താ പറയാ, ഓരോ വീഡിയോ കാണുമ്പോഴും ആ ഭർത്താവിനെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒളിച്ചോടിയ സഫാന എന്ന് പറയുന്ന സ്ത്രീ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീ ആയിരുന്നു. ഇപ്പൊ ഓട്ടോ ഡ്രൈവർ. അങ്ങനെയുള്ള വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നിട്ട് വളരെ സുഖ സൗകര്യത്തോടുകൂടെ, വണ്ടി ആയിക്കോട്ടെ സമ്പത്ത് കൊണ്ട് എന്താ പറയാ, വളരെ സുഖ സൗകര്യത്തോടുകൂടെ ജീവിച്ചു പോരുന്ന ആ സ്ത്രീ ഒക്കെ നോക്കിയിട്ടും ആ സ്ത്രീ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്താണ് പറയുക? ഇതിൽ വളരെ വിഷമം തോന്നിയ ഒരു വീഡിയോ. ആ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവനെയാണോ വേണ്ടത് എന്നെയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോ അത് വല്ലാത്തൊരു മറുപടിയാണ്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കേട്ടിട്ട് അങ്ങനെ മാത്രം കേൾക്കൂല, മനസ്സിലാവൂല. എന്നെ വേണ ഓന വേണ കോനെ ഇഷ്ടാണോ? കേട്ടാ. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് അവനെയാണോ വേണ്ടത് എന്നെയാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ മറുപടി എത്ര കൂളായിട്ടാണ് പറയുന്നത്. നിങ്ങളെ വേണ്ട, എനിക്ക് അവനെ മതി. ഇത്ര കാലം ഇത്ര സുഖ സൗകര്യത്തോടുകൂടെ ജീവിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട്, എന്റെ ഒരു അഭിപ്രായം, ഏതൊരു ഭാര്യമാരായിക്കോട്ടെ, എത്ര സമ്പത്ത് ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, ഫുള്ള് ഫ്രീഡം കൊടുത്തിട്ട് ഒഴിവാക്കി വിടരുത്. കാരണം ഇതുപോലെയുള്ള വലിയ അപകടങ്ങളിലൊക്കെ ചെന്ന് കാണും. കാരണം നോക്കിയാ എന്താ പറയാ, അവൾക്ക് എന്താണ് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വണ്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത്. ആ ഭർത്താവ് ജപ്പാനിലാണ്, ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കൂടുമ്പോൾ ജപ്പാനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഈ രീതിയിലാണ് പോയത്. അപ്പൊ എന്തായിരിക്കും? പിന്നെ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഈ സഫാനയുടെ മകൻ തന്നെയാണ്. ആ ചെറിയ പൊന്നു മകൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോക്ക്. ഇതാരി പൊന്നോ, ഇത് നോക്കി. ഏതിച്ച ഇതേതിച്ച മോനോ? ഇത് നോക്ക്. ഇതാരി ചപ്പൂന്റെ ഇച്ചകാ ഏടിണ്ടായിനി? ഏടെ മോളില്? ആദുവിന്റെ പേർക്കുണ്ടായതാ? ആദുവിന്റെ പേർക്ക് ഏടിണ്ടായത്? ഇത് നോക്കി. ആദുവിന്റെ പേർക്ക് ഏടിണ്ടായത്? അതും ഉണ്ടായിനാ? ഏടെ വന്നിട്ടുണ്ടായത്? സ്കൂട്ടിയിൽ വന്നതാ? എന്നിട്ട് ഏടെ ഇരുന്നത്? മോളിലാ? മോളിൽ ആരൊക്കെ ഉണ്ടായത്? ചപ്പൂന്റെ ഒക്കെയാ? എന്നിട്ട് എന്ത് നാക്കീനി? ഇച്ച പൊന്തിച്ചിനാ ചപ്പൂനെ? ചപ്പൂനെ മുകളിലോട്ട് പൊന്തിച്ചതാ? പിന്നെ വേറെന്ത് നാക്കീനി? ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? ആ പൊന്നുമകൻ പറയുന്നാണ്ടില്ലേ, ആ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോ ഒരു ഇച്ച വരുമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഇക്ക വന്നിട്ട് ഉമ്മയെ എങ്ങനെ എടുത്ത് പൊക്കുമായിരുന്നു ഒക്കെ. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ട? ഒന്നും പറയാനില്ല. ഇതിലും വലിയ തെളിവ് എന്താണ് വേണ്ടത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഒരാളെ, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരാളെയും ഇതുപോലെ ചതിക്കരുത്. കാരണം ഇയാളുടെ ഈ സഫാനയുടെ ഭർത്താവിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര കാലം വളരെ സുഖ സൗകര്യത്തോടെ എന്താ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് സുഖ സൗകര്യത്തോടുകൂടെ ജീവിച്ചിട്ട് ഒരു കുട്ടികളൊക്കെ ആയി, എന്നിട്ട് ആദ്യം ഒരു സ്നേഹിച്ചൊരു കാമുകന്റെ കൂടെ പോവുക. എന്നൊക്കെ തുറന്ന് പറയണ്ടേ? കല്യാണത്തിന് മുമ്പ് തുറന്ന് പറയണം, എനിക്കൊരാളുണ്ട്, ഞാൻ അവന്റെ കൂടെ ജീവിക്കാന്നുള്ള തുറന്ന് പറയണ്ടേ? ഇത് കല്യാണമൊക്കെ കഴിഞ്ഞൊരു മക്കളൊക്കെ ആയതിനു ശേഷം ഈ ആളുടെ ജീവിതം കുട്ടിച്ചോറാക്കില്ലേ? ഇതൊക്കെ ഒരു സ്ത്രീയാണോ? ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അല്ല, എന്തിന്റെ കുറവാണ്? എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയാ, അതിര് വിട്ടിട്ട് സ്നേഹിച്ചു, എല്ലാം ചെയ്തു കൊടുത്തു. അതിന്റെ എന്താ പറയാ, തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കുത്താന്ന് അറിയുന്നില്ലേ? ആ സൂക്കേടാണ് ഈ പെണ്ണിനുണ്ടായത്. ഇവളൊക്കെ എന്താ ചെയ്യേണ്ടത്? ആ പൊന്നു മോൻ പറയുന്നാണ്ടില്ലേ, ഒരു ഇച്ച വരുവാന്ന് എടുത്ത് പൊക്കുവായിരുന്നൊക്കെ, സ്വന്തം ഉമ്മയെ കുറിച്ചിട്ട്. അല്ല, നമ്മൾക്ക് തന്നെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. കാരണം പല വിഷയങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഭർത്താവിന്റെ പോരായ്മ കൊണ്ടാണ്, ഭർത്താവിന്റെ മോശമായ പെരുമാറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സമ്പത്തും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ഉപദ്രവിക്കുന്നു, ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ 100-99% ആളുകളും
ആ ഭർത്താവിന്റെ കൂടെയാണ്. നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട്. കാരണം 100% ഒരാൾ പോലും ഈ പെണ്ണിന്റെ സ്ഥാനത്ത് നല്ലത് പറയാൻ ഒരാൾ നിൽക്കില്ല. കാരണം നമ്മളല്ലേ പല വീഡിയോകളും കണ്ടപ്പോൾ എന്താ പറയാ, പാവം തോന്നുകയാണ്. ഭർത്താവിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പാവം തോന്നുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് 5 ദിവസം കൊണ്ട് 6.5 ലക്ഷം രൂപയ്ക്കാണ് തീർത്തത്. അത്രയും അവളെ അക്കൗണ്ടിലുണ്ട്. അപ്പൊ പിന്നെ ഭർത്താവ് പറഞ്ഞത് എന്റെ സിമ്മും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്, അതുകൊണ്ട് മെസ്സേജ് വരുന്നതും കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ എന്തായാലും നമ്മൾ എന്തൊരു കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ ഭാര്യമാരെ ഏൽപ്പിക്കുമ്പോൾ അതിര് വിട്ടിട്ട് ഒരു കാര്യങ്ങൾ ഒരാളും ചെയ്യരുത്. കാരണം പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം ഇതൊക്കെ അതിന് എത്രയോ വലിയൊരു ഉദാഹരണം തന്നെയാണിത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇവള് 10 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയിൽ ഇവള് പറഞ്ഞത് ജ്യേഷ്ഠനാണ് എൻ്റെ കുട്ടി തട്ടിക്കും. പക്ഷേ ഇവൾ ഇവിടുന്ന് പുറത്ത് പോയിട്ടാകുമ്പം തന്നെ കാണാൻ പറ്റും, നടന്നിട്ട് പോകുന്നതാണ്. അവിടുന്ന് ആ വീഡിയോയിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇവൾ അവിടെ നിന്ന് പോകുന്നു, കുറച്ച് നിൽക്കുന്നു, പെട്ടെന്ന് ശ്രീഹരിനെ കാറിൽ കാണുന്നു, പിന്നെ ഓട്ടമാണ്. ആ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇവളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരൊക്കെ വീഴുന്നത്. പക്ഷെ ഇവൾ അതിന് ശേഷം വന്ന് സ്റ്റേഷനിൽ പറഞ്ഞു എൻ്റെ കുട്ടിയെ ഇവരിങ്ങനെ ലാസ്റ്റ് ഞാൻ സാറിന് എല്ലാം ഇവനുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടില്ല, ഇവനുമായിട്ടൊരു സംഭവം ഞാൻ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് ഇവൾ പറഞ്ഞത്. പക്ഷെ അതിൽ തന്നെ ഇവളെ കുറേ ഇവൻ്റെ ബാക്കിൽ ഇവർ രാത്രി പിന്തുടരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ സാറിന് കാണിച്ചു കൊടുത്തിരുന്നു. പിന്നെ ഇവളെ ഈ വോയിസ് മെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കറിയില്ല, എന്നോട് ഇവൾ പറഞ്ഞത് പച്ചക്കളവാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യം ഒരു പെണ്ണ് വന്നിട്ട് പറയുമ്പോൾ പരാതി ആക്ച്വലി പോലീസുകാർ വിളിക്കും പരാതി എടുക്കാൻ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും അതിനുള്ള ഒരു ഇതെടുക്കണം എന്നുള്ളതാണ്. ആ ഒരു കാര്യം സാറന്ന് ചെയ്തിരുന്നു. പക്ഷേ സത്യം മനസ്സിലായിട്ടാകുമ്പോൾ സാറ് പറഞ്ഞു ഇനി കോടതിയിലും കുട്ടിയുടെ കാര്യമായിട്ട് കോടതിയിൽ നിങ്ങൾ തീരുമാനിച്ചോ എന്നുള്ളത്. പക്ഷെ അതിന് ശേഷം ഇവള് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ചാനൽ കയറിയിട്ട് മൊത്തം വീട്ടുകാരെയും ഇവൻ്റെ ഉമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തന്നെ എന്തോ ഒരു ചെറിയൊരു ആവശ്യത്തിന് ഇവിടെ വന്നാൽ തന്നെ ഞങ്ങളോട് വരെ അത്രയും മാന്യമായിട്ട് പെരുമാറുന്നൊരു ഉമ്മയാണ്. അങ്ങനത്തെ ഒരു ഉമ്മാനെയൊക്കെയാണ് ഇവർ നന്നായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടാവുക.